പലഹാരത്തിൽ പോലും പാക്ക് എന്നൊരു വാക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ മൈസൂർ പാക്കിൽ നിന്ന് പാക്കിനെ വെട്ടി ഒഴിവാക്കിക്കൊണ്ട് ഇനി തൊട്ട് മൈസൂർ ശ്രീ എന്ന പേരിലാണ് ജയ്പൂരിലെ വ്യാപാരികൾ വിൽക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കടയിൽ ചെന്നിട്ട് ഒരു പാക്കറ്റ് മൈസൂർ പാക്ക് എന്ന് പറയാൻ പാടില്ല. ഇനി പാക്കറ്റ് എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ശ്രീക്കറ്റ് എന്ന് വേണം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇനി തൊട്ട് 6 പാക്കിന് പകരം 6 ശ്രീ എന്ന് വേണം പറയാനായിട്ട്. ഇച്ചിരി നാക്കുളുക്ക് വന്നാലും പറഞ്ഞ് ശ്രമിക്കുക നിങ്ങൾ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ആ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ പാവം പിടിച്ച കുറെ ആളുകളോട് തമ്പാക്ക് തപ്പി നടക്കുന്നത്. അതുകൊണ്ട് ഇനി തൊട്ട് തമ്പാക്കില്ല, തമ്പ് ശ്രീ. ഓക്കെ, തമ്പ് ശ്രീ എന്ന് വേണം ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ പറയാനായിട്ട്. ഇനി തൊട്ട് പാക്കേജ് എന്നോ പാക്കറ്റ് എന്നോ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. അതിന് പകരം ശ്രീക്കറ്റ് എന്നോ ശ്രീക്കേജ് എന്നോ അങ്ങനെ വല്ലതും വേണം ഇനി വിളിക്കാനായിട്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് സിനിമാക്കാരോടാണ്. ഇനി മേലാല് സിനിമ തീരാറാവുമ്പോഴത്തേന് പാക്കപ്പ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാലുണ്ടല്ലോ ഇനി തൊട്ട് ശ്രീയപ്പ്. ഓക്കെ, സിപ്പപ്പ് അല്ല, ശ്രീയപ്പ്. പിന്നെ ഞങ്ങളുടെ ഈ കോട്ടയം ഭാഗത്തൊക്കെ അടയ്ക്കായ്ക്ക് പാക്കെന്നാ പറയുന്നത്. അപ്പൊ കോട്ടയംകാരെ ഇനി ശ്രദ്ധിച്ചു, ഇനി മേലാൽ എവിടെയെങ്കിലും ചെന്നിട്ട് 4 കൂട്ടി മുറുക്കാൻ നേരം വെറ്റലയും പുകയിലയും എല്ലാം കൂടെ വാങ്ങിക്കുന്ന പാക്ക് ചോദിക്കരുത്. പിന്നെ നിങ്ങൾ തീവ്രവാദിയാണ്. നിങ്ങൾ ഇനി തൊട്ട് ശ്രീ ഉണ്ടോ എന്ന് വേണം ചോദിക്കാൻ. അതുകൊണ്ട് ശ്രീ വാങ്ങിച്ച് ശ്രീവെട്ടിയിൽ വെച്ച് വെട്ടിയിട്ട് വേണം മുറുക്കാനായിട്ട്. ഓക്കെ, ഇതുപോലെ രസകരമായിട്ടുള്ള വാക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയാം കേട്ടോ. പിന്നെ കുറയ്ക്കുന്നവരെ കുറയ്ക്കുക, അതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നിങ്ങൾ തമാശ രീതിയിൽ നല്ല നല്ല ഇതുപോലെ വാക്കുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കമന്റിലേക്ക് കൊടുത്തു കേട്ടോ.